ഈ സ്വർണ്ണമാലയെ ഇട്ട് ഇതിൽ കാറ് ഓടിച്ച് ഭാര്യയോട് റീലും ചെയ്ത് മക്കളോട് വാ വാ എന്നൊക്കെ പറഞ്ഞ് നടന്നാലും നമ്മളൊരു ചേട്ടൻ തന്നെ അയാൾക്ക് ഒരു പുതിയ പേരിട്ടു, അഖിൽ മൈരാർന്ന്. ഇവിടെയുള്ള പെമ്പിള്ളേരോട് നിങ്ങൾ എല്ലാവരും പോയി ചോദിച്ചു നോക്ക്, ബസ്സിൽ ആരെങ്കിലും കയറി പിടിച്ചിട്ടുണ്ടാവുമെന്ന്. അയാളുടെ മനസ്സെന്ന് പറയുന്നത് ഒരു കക്കൂസ് മാലിന്യം പോലത്തെയാണ്. അഖിൽ മൈരാർ പറ്റിയ ആ മുന്നേ ഇല്ല അതുപോലത്തെ ഒരു ക്യാരക്ടറാ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അഖിൽ മാരാറിന്റെ ഒരു പോസ്റ്റ് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ആളിപ്പോഴും ഈ ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പല ആളുകളും ഇതുപോലെയുള്ള കോൺട്രവേഴ്സി സാധനങ്ങൾ ചെയ്യുന്നത്. പക്ഷെ കോൺട്രവേഴ്സി ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഒരു 8-9 വർഷം ഒരാൾ അത്രയും മാത്രം ഫൈറ്റ് ചെയ്ത് അത് ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, എല്ലാ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും ഇനി ഒരു തെറ്റ് വരുമ്പോഴത്തേനും അത് മൂടി വെക്കുന്നതിന് പകരമായിട്ട് അത് പറയണം, പൊരുതണം എന്നുള്ളതിലോട്ട് അത്രയും ഒരു സെലിബ്രിറ്റി ഫെയിം പോലും നോക്കാതെ ഒരാൾ ചെയ്തതാണ്. അതിനെതിരെ അഖിൽ മാരാറിട്ട കുറച്ച് പോസ്റ്റുകളും അല്ലെങ്കിൽ ആള് ഡെമോ വേണോന്ന് പറഞ്ഞതും ദിലീപിനെ ഭയങ്കര ഇപ്പൊ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ പുള്ളിയെ സപ്പോർട്ട് ചെയ്തിട്ട് കുഴപ്പമില്ല, അതൊക്കെ ഓരോരുത്തരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ചോയ്സ് ആണ്. പക്ഷേ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ലേഡിയെ വളരെയധികം മോശമായിട്ട് ഉള്ള ഒരു രീതിയിലാണ് ചിത്രീകരിച്ച് സംസാരിച്ചത്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അഖിൽ മാരാർ എന്ന് പറയുമ്പോൾ നമ്മള് പേഴ്സണൽ ആയിട്ട് കാണുമ്പോൾ ഒരു നിർഗുണനെ പോലെ നമുക്ക് തോന്നും. അതായത് ഇയാളൊരു ഓന്തിന്റെ സ്വഭാവമുള്ള ഒരാളാണ്. അതായത് ഇപ്പൊ പലർക്കും ഇപ്പം ബിഗ് ബോസിൽ അയാൾ പോയപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. എനിക്ക് കുറെയൊക്കെ ഇഷ്ടമായിരുന്നു. അയാളുടെ ഫാമിലി വീക്ക് അതൊക്കെ വരുന്നതൊക്കെ ഇഷ്ടമായിരുന്നു. ഇപ്പൊ അയാളെ നമ്മൾ നോക്കുവാണെങ്കിൽ കുറെ കാര്യങ്ങൾ ബിഗ് ബോസിലെ കാസ്റ്റിംഗ് കൗച്ചിനെ പറ്റിയിട്ട് അതൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരാൾ ഒരു ന്യൂട്രൽ ആയിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് നമുക്ക് പലപ്പോഴും തോന്നും. അഖിൽ മാരാറിന്റെ ഭാഗത്ത് നീതി ഉള്ളതെന്ന് പോലെ തോന്നും. അഖിൽ മാരാർ പറ്റിയ ആ മുന്നേ ഇല്ല അതുപോലത്തെ ഒരു ക്യാരക്ടറാ. അതായത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് റിയൽ സ്വഭാവം മൂടി വെക്കുന്ന ഒരാളാണ് അഖിൽ മാരാർ. അപ്പോ ഇപ്പം നമ്മളൊരു ചേട്ടൻ തന്നെ അയാൾക്ക് ഒരു പുതിയ പേരിട്ടു, അഖിൽ മൈരാർന്ന്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര്. അതായത് എനിക്ക് പക്ഷെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ അഖിൽ മാരാറിന്റെ റിയൽ സ്വഭാവം പല ആൾക്കാർക്കും അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഒരു പോസ്റ്റ് എഴുതിയതിലൂടെ അഖിൽ മാരാറിന്റെ ഉള്ളിലുള്ള എത്രമാത്രം സ്ത്രീവിരുദ്ധവും അതുപോലെ എത്രമാത്രം കപടവും എത്രമാത്രം ഒരു റേപ്പിസ്റ്റുമാണ്. ആ റേപ്പിസ്റ്റ് ചിന്താഗതിയുള്ള ആൾക്കാർക്കല്ലേ ഇങ്ങനെയൊക്കെ ഡെമോ ചെയ്ത് നോക്കാൻ പറയാൻ പറ്റുള്ളൂ. ഓൾറെഡി എപ്പോഴും സ്ത്രീകളെ താറടിച്ച് സംസാരിക്കുന്ന ഒരു സ്വഭാവമാണ്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് വെച്ച് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ല പുള്ളി സ്ത്രീകളെ താറടിച്ച് സംസാരിക്കും, എന്നിട്ട് പുള്ളി പറയും അയ്യോ ഞാൻ സ്ത്രീകളുടെ ഒപ്പമാണ്, ഞാൻ എന്റെ അമ്മ. അത് ഭയങ്കര പുള്ളി അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എടുക്കുന്ന ആളാണ്. അതായത് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നും ഇയാളൊരു പാവമാണ്. രാഹുൽ ഈശ്വർ ഇതേപോലെയൊക്കെ തന്നെയാണ്. നമുക്ക് തോന്നും ഇയാളൊരു പാവമാണെന്നൊക്കെ തോന്നും. പക്ഷെ ഇവര് ശരിക്കും ഭയങ്കര അപകടകാരികളാണ്. മറ്റേ ഇപ്പം നേരിട്ട് ഇത് പറയുന്നതിനൊക്കെ ഇപ്പൊ സവാദൊക്കെ ചെയ്യൂലേ, സവാദൊക്കെ നേരിട്ട് പോയിട്ട് പെമ്പിളേരെ അറ്റാക്ക് ചെയ്യുന്നത് അയാളുടെ. അപ്പം അത് ഇവരങ്ങനെ ചെയ്യൂല. അത് അയാളുടെ ചിലപ്പോ ഒരു രോഗമായിരിക്കും. പക്ഷെ ഇവരങ്ങനെയല്ല. ഇവര് ഇൻഡയറക്റ്റ് ആയിട്ട് സമൂഹത്തിന് മുന്നേ ഒരു മാന്യത മുഖം മൂടി വെച്ചിട്ട് ഞങ്ങൾ സ്ത്രീകളുടെ കൂടെയാണെന്ന് കാണിച്ചിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഇതുപോലെ അറ്റാക്ക് ചെയ്യും. ന്യൂട്രലായിട്ട് നിൽക്കും, അവിടെ നിൽക്കും, ഇവിടെ നിൽക്കും. അതെ. അപ്പൊ ഈ അഖിൽ മാരാർ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പം അയാളുടെ റിയൽ സ്വഭാവം ആൾക്കാർക്ക് മനസ്സിലായി. അത്ര മാത്രമേ ഉള്ളൂ. അഖിൽ മാരാറിന്റെ കുറെ പോസ്റ്റിനിടയിലൊക്കെ ഇപ്പൊ കമന്റ് ചെയ്യുന്നുള്ളൂ, നിങ്ങളെ ഇങ്ങനെയല്ല ഞാൻ വിചാരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇപ്പം അഖിൽ മാരാർ ഇപ്പം നമ്മൾ നാദ്രയുടെ ഹൗസ് വാമിങ്ങിന് കണ്ടു. നമ്മൾ കാണുമ്പോൾ ഭയങ്കര ചാമുള്ള ഒരു ഇതായിട്ടുള്ള ഒരാള്. പക്ഷെ അയാളുടെ ഉള്ളിൽ അത്രയും വൃത്തികെട്ട ഒരു കക്കൂസ് മാലിന്യം പോലത്തെ ഒരാളാണ് അയാൾ. അയാളുടെ മനസ്സെന്ന് പറയുന്നത് ഒരു കക്കൂസ് മാലിന്യം പോലത്തെയാണ്. അതുകൊണ്ടാണ് എന്താ പറയാ ഇങ്ങനത്തെ ഒക്കെ പോസ്റ്റ് ഇടാൻ പറയുന്നത്. അയാളുടെ ഭാര്യയാണ് പീഡിപ്പിക്കപ്പെട്ടെങ്കിൽ അയാള് അങ്ങനെ ഒരു ഇതിടുവോ? രണ്ട് പെൺകുട്ടികളുടെ അച്ഛനാണ്. അപ്പം അതെന്തെങ്കിലും ആയിട്ട് അതൊന്നും ഞാൻ പറയുന്നില്ല. അത് ആളുകൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വയ്ക്കേണ്ട അവസ്ഥയിൽ അയാൾ കൊണ്ട് എത്തിച്ചതാണ്. ഇടുന്നുണ്ട് അങ്ങനെയല്ല. ഇപ്പം പെൺകുട്ടികളുടെ അച്ഛൻ എന്ന് പറഞ്ഞ പെൺപിള്ളേരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം എന്നൊന്നുമില്ല. അതാണ് അഖിൽ മാരാർ ഒരു എക്സാമ്പിൾ ആണ്. അതുകൊണ്ട് എന്താ പറയാ അഖിൽ മാരാർക്ക് ഭാര്യ ഇല്ലേലും പെൺമക്കളില്ലേലും ആരില്ലേലും ഒരു വ്യക്തിയായിട്ട് അഖിൽ മാരാർ ചിന്തിക്കുമ്പം ഇതുപോലെ എന്താ പറയാ അഖിൽ മാരാറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര പറഞ്ഞാലും അയാൾക്കൊന്നും മനസ്സിലാവില്ല. പിന്നെ ബിഗ് ബോസ് പോലത്തെ പുള്ളിയുടെ ഇതിൽ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ തുടക്കം മുതൽ ഈ കേസിലെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് അതിജീവിത ഉണ്ടാക്കിയ ഒരു സാധനമായിട്ട് വരെയാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. പക്ഷെ ഇപ്പൊ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റം ചെയ്തു എന്നുള്ളത് വന്നു, അവരെ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. പുള്ളി വീണ്ടും അതായത് ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം പുള്ളി വീണ്ടും അതിൽ കാണിക്കണമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ല എന്നാണ്. അങ്ങനെ ഒരു സാധനമാണ് അയാള് പുറത്തോട്ട് എടുത്തിട്ടത്. അത് വായിച്ചപ്പോ എന്താ തോന്നിയത്? ഈ ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയേ ഇപ്പം ഇവിടെയുള്ള പെമ്പിള്ളേരോട് നിങ്ങൾ എല്ലാവരും പോയി ചോദിച്ചു നോക്ക്, ബസ്സിൽ ആരെങ്കിലും കയറി പിടിച്ചിട്ടുണ്ടാവുമെന്ന്. ഇവിടെയുള്ള പെമ്പിള്ളേരോട് നിങ്ങൾ എല്ലാവരും പോയി ചോദിച്ചു നോക്ക്, ബസ്സിൽ ആരെങ്കിലും കയറി പിടിച്ചിട്ടുണ്ടാവുമെന്ന്. ഈ പിടിച്ചിട്ടില്ലെന്ന് പറയുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. ബസ്സിൽ ഒരു ഇച്ചിരി സ്ഥലം മതി ഇവന്മാർക്ക് കയറി പിടിക്കാൻ. അപ്പൊ ഒരു കാറിൽ ഒരു പെൺകുട്ടീനെ ഒറ്റയ്ക്ക് കിട്ടുമ്പോ എന്തൊക്കെ ചെയ്യാം, എത്രമാത്രം ക്രൂരമായിട്ട് റേപ്പ് ചെയ്യാം. അപ്പൊ അതിനെയൊക്കെ നിസാരവൽക്കരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ അത്രയും മോശം ചിന്താഗതിയുള്ള അത്രയും മനുഷ്യന്മാരല്ലാത്ത ചെകുത്താന്മാർക്ക് മാത്രമേ അങ്ങനെ
അത്രയും എവിൾ ചിന്താഗതിയുള്ള ആൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അഖിൽമാരാർ ഈ സ്വർണ്ണമാലയെ ഇട്ട് ഇതില് കാറ് ഓടിച്ച് ഭാര്യയോട് റീലും ചെയ്ത് മക്കളോട് വാ എന്നൊക്കെ പറഞ്ഞ് നടന്നാലും അയാളുടെ മനസ്സിൽ വെറും വൃത്തികെട്ട ഒരു മാലിന്യാണ് അയാളുടെ മനസ്സെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മറ്റൊരാൾ അനുഭവിച്ച ആ വേദന, ആ അതിജീവിതയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിക്കുക. നമുക്ക് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തു. അപ്പൊ നമുക്കത് കാണുമ്പോ നമുക്കൊരു എന്താ പറയാ, ഇപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് അവരുടെ കല്യാണ ഫോട്ടോ എടുത്ത് നോക്കി. അപ്പൊ ഒക്കെ അവരുടെ മുഖം, അപ്പൊ എല്ലാരും ഇപ്പൊ നമ്മളെ കൂടെ ഉള്ള ഭാഗ്യലക്ഷ്മി ചേച്ചിയൊക്കെ ആണെങ്കിലും പറയുന്നത് പറഞ്ഞാൽ അവര് പുറത്ത് ഇന്റർവ്യൂല് ചിരിച്ചു കളിച്ച് നടക്കുന്നുണ്ട്. പക്ഷെ അവർ എത്രമാത്രം ട്രോമയിലൂടെ കടന്നുപോയി. രഞ്ജുമാർ പറയുന്നുണ്ട് ആത്മഹത്യ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അവരെ പിന്തിരിപ്പിച്ചു. അത്രയും ഒരു അവസ്ഥയിലൂടെ പോകുമ്പോ മാത്രമല്ല അഖിൽമാരാർക്ക് അച്ഛനാണല്ലോ, അയാൾക്ക് ഭയങ്കര ഇഷ്ടമല്ലോ പെൺമക്കളെ. അന്ന് ബിഗ് ബോസിൽ കാണാതെ ഇരുന്ന് ഓടി കെട്ടിപ്പിടിച്ചല്ലോ. ഈ അതിജീവിതം അച്ഛൻ മരിച്ച് കുറച്ചു കാലങ്ങൾക്ക് ശേഷമാണ്, ഒരച്ഛൻ മരിച്ച ദുഃഖത്തിലിരിക്കുമ്പോഴാണ് റേപ്പ് ചെയ്യുന്നത്. അയാൾക്കൊക്കെ നാണമുണ്ടോ അഖിൽമാരാറിന്? എന്ത് വൃത്തികെട്ട വെറും മൈരം തന്നെയാണ് അഖിൽമാരാറ്. അഖിൽ മൈരാറ് അവൻ വെറും വൃത്തികെട്ടവനാണ്. അവനെ ഞാൻ പറയുന്നത് ഇനി ഒരു പരിപാടിക്ക് അടുപ്പിക്കരുത്, ഒരു ഇനാഗ്രേഷനും അടുപ്പിക്കരുത്. ഇപ്പം പറയുന്നുള്ളൂ 1 ലക്ഷം രൂപ വാങ്ങിയിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നത്. 1 ലക്ഷം രൂപ വാങ്ങിയിട്ട് ഇന്റർവ്യൂ ചെയ്യാനുള്ള എന്ത് ക്വാളിറ്റിയാണ് ഇവനുള്ളത് ഓൺലൈൻ മീഡിയക്കാര്? ഇങ്ങനെ പറയുന്ന അല്ലെങ്കിൽ ദിലീപിനെ ആയിക്കോട്ടെ, ദിലീപിനെ ഇപ്പൊ ഈ അഖിൽമാരാറിന് ഇവരെ വരെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളുണ്ട്. അതെന്തായിരിക്കും? എനിക്ക് പോലും അത് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതാണ് ഇപ്പം ഇത്രയും പറഞ്ഞിട്ടും അഖിൽമാരാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ബുദ്ധിയില്ലാത്ത, ബോധമില്ലാത്ത, എന്താ പറയാ, തലച്ചോറുള്ള ആൾക്കാരായിരിക്കും. സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആരാണേലും അവർക്ക് ചിന്തിക്കാൻ കഴിവില്ലാത്ത ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ അവർ എന്തെങ്കിലും പാട്രിയാർക്കി സെറ്റപ്പിനകത്ത് കിടക്കുന്ന ആൾക്കാരായിരിക്കും. അവരുടെ ഭർത്താക്കന്മാരോ അനിയന്മാരോ അവരവര്. നമ്മളിപ്പോ അങ്ങോട്ട് പോയാലും നമ്മൾ ഇവിടെ തന്നെ 4-5 പേര് ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടിയുണ്ട്, ദിലീപിന് വേണ്ടി അങ്ങനെ എങ്ങനെയാ പറയാൻ വേണ്ടിയുണ്ട്. അപ്പൊ അതിന് നമുക്ക് സ്വന്തമായിട്ട് ഒരു ബോധം വേണം, അതിനെപ്പറ്റി ഒരു അവയർനെസ് വേണം. ആ നമ്മൾക്ക് കിട്ടുന്ന മാനിപ്പുലേഷനിൽ നിന്ന് മാറ്റാൻ വേണ്ടി നമുക്ക് സോഷ്യൽ മീഡിയ മാനിപ്പുലേറ്റ് ചെയ്ത് PR വർക്കുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നടക്കുമ്പോഴും നമ്മുടെ കൂടെയുള്ള ആൾക്കാർ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യും. ദിലീപേട്ടൻ അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ. അതിൽ നിന്ന് നമുക്ക് നമ്മൾ ചിന്തിച്ച് നമ്മൾ മാനിപ്പുലേറ്റ് ആയി പോകരുത്. അപ്പൊ മാനിപ്പുലേറ്റ് ആയി പോകുന്ന ആൾക്കാരാണ് ഈ അഖിൽമാരാറിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത്.